ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നൊരു വിഷയം വളരെ ക്ലാരിറ്റിയോടെ, കൃത്യതയോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ സൗഖ്യവും നമ്മെ രക്ഷിക്കുമോ? വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, എല്ലാ സൗഖ്യവും നമ്മെ രക്ഷിക്കണമെന്നില്ല. ചില സൗഖ്യങ്ങൾ ഒരു ശിക്ഷയായിട്ട് മാറാം. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന ചില രോഗങ്ങൾ, ക്ലേശങ്ങൾ, അതായിരിക്കാം രക്ഷയിലേക്കുള്ള പാത അവർക്ക് തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ സൗഖ്യവും രക്ഷിക്കുന്നതാകണമെന്നില്ല. നമ്മൾ ഈ രക്ഷയ്ക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്നതിനേക്കാൾ സൗഖ്യത്തിന് വേണ്ടി തിടുക്കം കൂട്ടുന്നത് അത്ര നല്ലതായിരിക്കണമെന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് സംഭവങ്ങൾ. ഒന്നൊരു ബൈബിൾ കഥാപാത്രത്തിന് സംഭവിച്ചതാണ്, മറ്റൊന്ന് ഒരു സാധാരണ സ്ത്രീ. ആ സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം, അവർക്കിങ്ങനെ ബ്രെയിൻ ട്യൂമർ, ഗൗരവമുള്ളൊരു രോഗം. ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പും കണ്ടുപിടിച്ചതിന് ശേഷവും ഒരുപാട് വേദന സഹിച്ചു. പിന്നെ അവർക്ക് സർജറി വേണ്ടി വന്നു, ഒരുപാട് പണം മുടക്കി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ ഇതെല്ലാം സൂചിപ്പിച്ചിട്ട് ആ സർജറി നടന്ന അതിൻ്റെ ആ ഒരു പാട്, അടയാളം അതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെയാണേലും ഈ ഒരു കാര്യം എന്നെ ഒരുപാട് നന്മയിലേക്കും രക്ഷയിലേക്കും നയിച്ചു. ഇതാണ് അവർ പറഞ്ഞത്. ഈ രോഗം അവരെ രക്ഷയിലേക്ക് നയിച്ചു. ഇതുകൊണ്ടാണ് ഇന്നെനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ടായത്. ഞാനിന്ന് ദൈവവുമായിട്ട് ആലോചന ചെയ്യാതെ, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പം ഈ രോഗം മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് രക്ഷയുടെ അനുഭവം. മറ്റൊരു സംഭവം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു രോഗസൗഖ്യം അതിനുശേഷം വൻ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു രംഗം. ഇതറിയണമെങ്കിൽ 1 രാജാക്കന്മാർ 13ഉം 14ഉം 2 അധ്യായങ്ങൾ നമ്മൾ വായിക്കണം. 13ാം അധ്യായത്തിൽ നമ്മൾ കാണുക ജെറബോവാം രാജാവുമായി ബന്ധപ്പെട്ട ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. അവൻ്റെ കൈ മരവിച്ച്, പൊക്കിയ കൈ താത്താൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വേദനിച്ച് അവൻ ആവശ്യപ്പെട്ടൊരു കാര്യം, എനിക്കൊരു രോഗസൗഖ്യം കിട്ടണം. ദൈവപുരുഷ, നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഈ സൗഖ്യം വാങ്ങിത്താ. അവൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇവൻ്റെ കൈ സുഖപ്പെട്ടു, പഴയതുപോലെയായി അവൻ്റെ കൈ. ഇനി ഇതിനു ശേഷം ദൈവപുരുഷന് വിരുന്ന് കൊടുക്കാനും സമ്മാനം കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ടും അവനതൊന്നും സ്വീകരിക്കാതെ അവിടെ വിട്ടുപോകുന്ന രംഗം 13ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 14ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ 10 മുതലുള്ള വചനം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതേ രാജാവ്, ജെറബോവാം രാജാവ്, അവനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഇവനെയും ഇവൻ്റെ കുടുംബത്തെയും ചപ്പ് ചവറ് പോലെ കത്തിച്ച് ചാരമാക്കും. അതെന്തൊരു ശിക്ഷാ നടപടിയാണ്! ഇവനെ മാത്രമല്ല, ഇവൻ്റെ കുടുംബത്തെ. ഇവൻ കാര്യം അത്ഭുതകരമായ സൗഖ്യം, ഇടിവെട്ട് സൗഖ്യം പ്രാപിച്ചവനാണ്. എന്നിട്ട് അവനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്, ഇവനെയും ഇവൻ്റെ കുടുംബത്തെയും ഞാൻ ചപ്പ് ചവറ് പോലെ കത്തിച്ച് ചാരമാക്കും. കിട്ടിയ രോഗസൗഖ്യം അവസാനം അവനെ കൊണ്ട് എത്തിച്ചത് എവിടെയാണ്? വൻ നാശത്തിൽ. അതുകൊണ്ട് എല്ലാ രോഗസൗഖ്യങ്ങളും നമ്മളെ രക്ഷിക്കണമെന്നില്ല. ചില രോഗങ്ങളായിരിക്കാം നമ്മളെ രക്ഷിക്കുക. ചിലപ്പോൾ രോഗസൗഖ്യം അത് എടുക്കേണ്ട പോലെ നമ്മൾ എടുത്ത് ശേഷിച്ച നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ രക്ഷയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ഈ ഒരു കാര്യം ജെറബോവാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചില്ല. അവൻ പഴയ പാപ ജീവിതത്തിലേക്ക് അവൻ പിന്മാറി. തന്മൂലമാണ് ഇപ്രകാരം ഒരു ശിക്ഷാ നടപടി ദൈവം പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം സുഖപ്പെടുത്തുന്ന ദൈവമാണ്, സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് രോഗം വന്നാൽ നമ്മൾ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 38ൻ്റെ 9ാമത്തെ വചനം എടുക്കുമ്പോൾ, രോഗം വരുമ്പോൾ ഉദാസീനരാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം നിന്നെ സുഖപ്പെടുത്തും, അതിലൊരു തെറ്റുമില്ല. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 2 രാജാക്കന്മാർ 20ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ, ഹെസക്കിയായിക്ക് നൽകപ്പെട്ട രോഗശാന്തി, ഹെസക്കിയായുടെ രോഗസൗഖ്യം കർത്താവ് അത് ഏർപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 4ാം അധ്യായം 6ഉം 7ഉം വചനങ്ങൾ വായിച്ചാൽ, മോശയോട് പറഞ്ഞു, നിന്റെ കൈ നെഞ്ചത്ത് വെക്കുക. അപ്പോൾ ആ ഭാഗം കുഷ്ഠം ബാധിച്ചു. അതിനുശേഷം വീണ്ടും അവനോട് പറഞ്ഞു, എടുത്ത കൈ തിരിച്ചു വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ കൈയെടുത്തപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ഇവിടെ നമ്മൾ കാണുന്നു ദൈവം കൊടുത്ത ഒരു സൗഖ്യത്തിൻ്റെ ആ ഒരു അടയാളം. സംഖ്യ 12ാം അധ്യായം, മറിയാമിന് കുഷ്ഠരോഗം വന്നു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അവളെ 7 ദിവസം കഴിയുമ്പോൾ
ശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി നിങ്ങളുടെ കൂടെ വിട്ടോളാം. അതുവരെ ഈ ഒരു ശിക്ഷ അവൾ അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് സംഖ്യ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് യേശു ചെയ്തൊരു കാര്യം, സുഖപ്പെടുത്തുന്ന ആ ഒരു മിനിസ്ട്രി. അത് യേശുവിൻ്റെ ആ ഒരു ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ്. ലുക്ക 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. എത്ര രോഗശാന്തി! 4:31 മുതൽ വായിച്ചാൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന രംഗം. 4:38 മുതൽ വായിക്കുമ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന രംഗം. 5:12 മുതൽ വായിക്കുമ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ രംഗം. 5:17 മുതൽ വായിക്കുമ്പോൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ രംഗം. 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ ശോഷിച്ച കൈയുമായിട്ട് വന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന ഒരു രംഗം. 7-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന രംഗം. യേശു ഒരുപാട് രോഗസൗഖ്യം നൽകിയവനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ യേശു പ്രധാനമായിട്ടും വന്നത് രോഗസൗഖ്യം നൽകാനാണ്? അല്ല, യേശു വന്നത് രക്ഷ നൽകാനാണ്, സൗഖ്യം നൽകാനല്ല, രക്ഷ നൽകാനാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ലൂക്ക 5 അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ അവർ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. ആദ്യ കർത്താവ് ചെയ്തത് എന്താ? അവൻ്റെ പാപം മോചിച്ചു, പാപത്തിൽ നിന്ന് മോചനം. അതിനുശേഷമാണ് രോഗസൗഖ്യം നൽകിയത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലൂക്ക 4:18 മുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് സുവിശേഷം അറിയിച്ച് രക്ഷ നൽകുക. അത് കഴിഞ്ഞിട്ടാണ് ബന്ധിതർക്ക് മോചനം നൽകുക. അതും കഴിഞ്ഞിട്ടാണ് രോഗികൾക്ക് സൗഖ്യം നൽകുക. ഈ ഓർഡർ നമ്മൾ മറക്കരുത്. ഈ ഓർഡർ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കർത്താവിനെ നമ്മൾ സമീപിക്കാൻ. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ചില രോഗങ്ങൾ നമ്മെ ശുദ്ധീകരിക്കും, രക്ഷിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ആ സ്ത്രീയുടെ കാര്യത്തിൽ അത് നിറവേറി. 2 സാമുവേൽ 12 വായിച്ചാൽ ദാവീദിൻ്റെ കുഞ്ഞിന് രോഗം ബാധിച്ചത് അത് പിന്നെ അവരെ രക്ഷയിലേക്ക് നയിക്കുന്നു. ലോകപ്രശസ്തനായ മറ്റൊരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 15:2 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിക്ഷണം ശിക്ഷയായിട്ട് കാണരുത്. കർത്താവ് നമ്മെ വെട്ടിയൊരുക്കിയേക്കാം ഒരു രോഗത്തിലൂടെ. അതൊരു ശിക്ഷയല്ല, രക്ഷയിലേക്കുള്ള ഒരു പാതയായിട്ട്, വാതിലായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റണം. ഈ ഒരു തിരിച്ചറിവോടെ ഇനിയെങ്കിലും മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.